പറയുന്നത് ഇങ്ങനെയാണ്. എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ഒരാളാണ്. കണ്ടല്ലോ, ഇതാണ് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം. ഇനി നിങ്ങൾ പറ, ആ സ്ത്രീയെ എങ്ങനെ ഒരു കുടുംബത്തിൽ താമസിപ്പിക്കാൻ പറ്റും? സഹോദരൻ കട പറ്റിച്ചു എന്ന് അവർ പറയുന്നുണ്ടല്ലോ. ആ സഹോദരന്റെ മകനാണ് ഞാൻ. ഞങ്ങൾ ആരെയും പറ്റിക്കാനും തട്ടിയെടുക്കാനും നിന്നിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് ആ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. പിന്നിൽ കൂടി കുത്തി ഏട്ടനെയും അനിയനെയും തമ്മിൽ തെറ്റിച്ചു. അങ്ങനെയാണ് ആ കട നമ്മുടെ കയ്യിൽ വന്നത്. നാട്ടിലേക്ക് വന്ന് അന്വേഷിച്ചാൽ മതി പുള്ളിക്കാരത്തിയുടെ സ്വഭാവം. ഇനി നിങ്ങൾ പറ, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ എങ്ങനെ കുടുംബത്തിൽ വച്ചോണ്ടിരിക്കുക? ഇനി ഒന്നുകൂടി പറയാം, പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്റെ ഇളയപ്പ മരണപ്പെട്ടത് എന്ന് എനിക്ക് 100% ഉറപ്പാണ് എന്നാണ്. ഹായ്, ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിദ ഷാജി അതിന്റെ എന്ത് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഒരു വിഷയത്തിന്റെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ വിഷയങ്ങളാണ് അത് ഷാജിദയെ സംബന്ധിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ 2 ദിവസം മുന്നേ ആ റംനു എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ ഫോൺ നമ്പർ എടുത്ത് ഷാജിദ പബ്ലിക്കാക്കി. വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്തിട്ട് അവർക്ക് ഇടാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ എടുത്ത് പബ്ലിക്കാക്കി. അതിനെതിരെ നടന്ന വിവാദങ്ങൾ വേറെ. ഇത് എല്ലാത്തിനും ഈ ഷാജിദയ്ക്ക് എടുത്തുചാട്ടമാണ്. എടുത്തുചാട്ടം കാരണം ഷാജിദയ്ക്ക് വന്നു ചേരുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടൊന്നും ഷാജിദ ചിന്തിക്കുന്നേയില്ല. പെട്ടെന്നില്ല എടുത്തുചാട്ടം. ഈ ഒന്നിനൊരു ക്ഷമയില്ലാത്തതുപോലെയാണ്. എന്ത് കേട്ടാലും അപ്പൊ പ്രതികരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് പ്രതികരിക്കുന്നത് ഷാജിദയ്ക്ക് തന്നെയാണ് അതിന്റെ ദോഷം. അത് പിറകെ ഷാജിദയുടെ എടുത്തുചാട്ടം കാരണം കുറെ മണ്ടത്തരങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് പുറത്തേക്ക് വിടുക. ഓരോ വീഡിയോസ് ഉണ്ടാക്കി പുറത്തേക്ക് വിടുക. ഇന്റർവ്യൂവിൽ പോയി ഓരോന്ന് പറയും, പിന്നെ വീഡിയോ ചെയ്ത് വേറൊന്ന് പറയും. ആദ്യം കല്യാണം കഴിച്ചു എന്ന് പറയും, പിന്നെ കല്യാണം കഴിച്ചില്ല എന്ന് പറയും. അങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ. ഈ മണ്ടത്തരങ്ങൾ ഇങ്ങനെ കുത്തിരുന്ന് പറയുന്നത് കാരണം അത് ഷാജിദയ്ക്ക് തന്നെയാണ് ദോഷം. അത് പുറകെ മനസ്സിലാവും. ഷാജിദയുടെ ഹസ്ബൻഡ് ഉണ്ട്, ഷാജിയുടെ ചേട്ടന്റെ മകൻ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. അതാണിപ്പോ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഷാജിദയുടെ ഭർത്താവിന്റെ ചേട്ടന്റെ മകന്റെ ഒരു മെസ്സേജ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്. എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ഒരാളാണ്. കണ്ടല്ലോ, ഇതാണ് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം. ഇനി നിങ്ങൾ പറ, ആ സ്ത്രീയെ എങ്ങനെ ഒരു കുടുംബത്തിൽ താമസിപ്പിക്കാൻ പറ്റും? സഹോദരൻ കട പറ്റിച്ചു എന്ന് അവർ പറയുന്നുണ്ടല്ലോ. ആ സഹോദരന്റെ മകനാണ് ഞാൻ. ഞങ്ങൾ ആരെയും പറ്റിക്കാനും തട്ടിയെടുക്കാനും നിന്നിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് ആ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. പിന്നിൽ കൂടി കുത്തി ഏട്ടനെയും അനിയനെയും തമ്മിൽ തെറ്റിച്ചു. അങ്ങനെയാണ് ആ കട നമ്മുടെ കയ്യിൽ വന്നത്. നാട്ടിലേക്ക് വന്ന് അന്വേഷിച്ചാൽ മതി പുള്ളിക്കാരത്തിയുടെ സ്വഭാവം. ഇനി നിങ്ങൾ പറ, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ എങ്ങനെ കുടുംബത്തിൽ വച്ചോണ്ടിരിക്കുക? ഇനി ഒന്നുകൂടി പറയാം, പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്റെ ഇളയപ്പ മരണപ്പെട്ടത് എന്ന് എനിക്ക് 100% ഉറപ്പാണ് എന്നാണ് ആ സഹോദരന്റെ മകൻ പറയുന്നത്. കണ്ടില്ലേ ആ പയ്യൻ പറയുന്നത്? ഷാജിദയുടെ ഹസ്ബൻഡ് മരിച്ചത് ഷാജിദയുടെ സ്വഭാവം കൊണ്ടാണ് ഹസ്ബൻഡ് മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ സഹോദരന്റെ മകൻ പറയുന്നത്. പിന്നെ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ കുടുംബത്തിൽ നിന്ന് അകറ്റിയത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഭർത്താവിന്റെ വീട്ടുകാർ മോശക്കാരല്ല. ഞങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാരാണ്. പുള്ളിക്കാരി ഈ മെസ്സേജ് കണ്ടാൽ എനിക്കെതിരെ വേറെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്നാണ് ആ പയ്യൻ പറയുന്നത്. ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഷാജിദ ഈ പയ്യനെതിരെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും എന്നുള്ളൊരു കാര്യം ആ പയ്യനിക്ക് അറിയാം. അപ്പൊ അവൻ പറയാണ്, വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എന്നാലും പറയേണ്ടത് പറയണം എന്ന് കരുതിയിട്ടുള്ളൊരു മെസ്സേജാണ് ഈ ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഷാജിദ കാണിക്കുന്നത് മണ്ടത്തരം തന്നെയല്ലേ?
ഇപ്പൊ ഒരു കാര്യം പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മാറ്റി പറയും. ഇന്റർവ്യൂ പോയി വേറൊന്ന് പോയി പറയും, പിന്നെ വീഡിയോസിൽ വേറൊന്ന് പറയും. കല്യാണം കഴിച്ചു എന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിച്ചില്ല എന്ന് പറയും. പിന്നെ കല്യാണം ഉറപ്പിച്ചത് റൌഫുമായിട്ട് കല്യാണം റെഡിയായി എന്ന് പറയും. പിന്നെ വേറെ വേറൊരാളുമായിട്ട് വേറൊരുത്തനുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതിൽ ഏതാ വിശ്വസിക്കുക? ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ മണ്ടത്തരങ്ങൾ കാരണം, ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഈ മണ്ടത്തരങ്ങൾ കാരണം ഷാജിദയ്ക്ക് തന്നെയാണ് അതിന്റെ 8ന്റെ പണി കിട്ടിയിരിക്കുന്നത്. ഇപ്പം ആ നാട്ടുകാര് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല്, കബീറിന്റെ മരണം അന്വേഷിക്കാൻ ഞങ്ങൾ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഈ ഷാജിദയുടെ മണ്ടത്തരങ്ങൾ കാരണം ആ നാട്ടുകാര് ഈ കബീറിന്റെ മരണവുമായിട്ട് എന്തായാലും ആ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഷാജിയുടെ ഹസ്ബൻഡിന്റെ മരണം അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എന്തായാലും പുറത്തു കൊണ്ടുവരട്ടെ, അതല്ലേ എല്ലാവർക്കും ആവശ്യം. അത് സത്യം പുറത്തു വരട്ടെ. എന്തായാലും സത്യം പുറത്തു വരണം, അത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഷാജിയുടെ എടുത്തുചാട്ടം എന്ന് എനിക്ക് പറയാനുള്ളു. പൂവാലശല്യം കാരണമാണോ ഷാജി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത്? എങ്കിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഏത് പൂവാലനെയും നിലക്കി നിർത്താൻ നമ്മൾ സ്ത്രീകൾ തന്നെ മതി. നമ്മളൊന്ന് നല്ലതുപോലെ നിന്നു കഴിഞ്ഞാൽ ഒരു പൂവാലനും വരില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതല്ല, കൂടുതലായിട്ട് പൂവാലന്മാര് വരുവാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അത് നമുക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഡിലീറ്റ് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, അവരെ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കത് മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, സൈബർ സെല്ല്, അങ്ങനെയുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതിന് പകരം പൂവാലശല്യം ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ എടുത്തുചാട്ടം കുറയ്ക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും ഇതിനപ്പുറം ഏറി കയറി ഇങ്ങനെ പ്രശ്നങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മിക്ക പെണ്ണുങ്ങൾക്കും കാണും, അല്ലാത്തവർക്കും കാണും. ഇങ്ങനെ കുറെ നരമ്പന്മാർ വന്നിരുന്ന മെസ്സേജ് അയപ്പ്, മറ്റേത് കോൾ ചെയ്യക്കം, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പൊ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഇങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ചെല്ലുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും പെട്ടെന്ന് എന്താ ചെയ്യുക? ബ്ലോക്ക് അടിക്കുക. ഇപ്പൊ എല്ലാവർക്കും, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സൈബർ അറ്റാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അതെല്ലാരും നമ്മളെന്താ ചെയ്യുന്നത്? ബ്ലോക്ക് അടിച്ച് കളയുക. പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്. അല്ലാതെ ഇപ്പൊ ഷാജിദ കണ്ടെത്തിയതുപോലെ ഇപ്പൊ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് വെറുതെ പറയുമോ? അതൊരിക്കലും പറയില്ല. പിന്നെ ഹസ്ബൻഡ് ഇല്ലാതെ നിൽക്കുമ്പം ഈ ഒരു പ്രശ്നങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് കണ്ടില്ല കേട്ടില്ല, അത് ബ്ലോക്ക് ചെയ്ത് അങ്ങ് വിട്ടേക്കുക. ബ്ലോക്ക് ചെയ്ത് കളയുക. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്, സൈബർ സെല്ലുണ്ട്, അങ്ങനെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കാമായിരുന്നു. എടുത്തുചാട്ടം കാരണം ഷാജിദയ്ക്ക് വന്നു ചേരുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടൊന്നും ഷാജിദ ചിന്തിക്കുന്നേ ഇല്ല.